ഒടുവിൽ അത് സംഭവിച്ചു. കേരളം ഒറ്റുനോക്കിയ, സോഷ്യൽ മീഡിയ ഒന്നടങ്കം ചർച്ച ചെയ്ത ആ കേസിൽ നിർണായകമായ വിധി വന്നിരിക്കുകയാണ്. കോഴിക്കോട് സ്വദേശി ദീപക് എന്ന യുവാവിന്റെ മരണത്തിന് കാരണക്കാരിയായ ഷിംജിത മുസ്തഫ ഇപ്പോൾ ജയിലിലേക്ക്. ബസ്സിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തി എന്ന പേരിൽ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ച് ഒരു യുവാവിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട കേസിൽ കോടതി നടപടികൾ കടുപ്പിച്ചിരിക്കുകയാണ്. കുന്നമംഗലം കോടതി പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. വെറുമൊരു റീൽസിന് വേണ്ടിയാണോ അതോ പ്രശസ്തിക്ക് വേണ്ടിയാണോ ഇങ്ങനെയൊരു ക്രൂരത ചെയ്തത്? എന്തായാലും ദീപകിന്റെ കുടുംബത്തിന്റെ കണ്ണീരിന് ഇന്ന് നിയമം മറുപടി നൽകി തുടങ്ങിയിരിക്കുന്നു. എന്താണ് കോടതിയിൽ സംഭവിച്ചത്? കേസിന്റെ പൂർണ്ണരൂപം എന്താണ്? നമുക്ക് വിശദമായി പരിശോധിക്കാം. ഈ കേസിന്റെ തുടക്കം ഒരു ബസ് യാത്രയിലാണ്. കോഴിക്കോട് സ്വദേശിയായ ദീപക് എന്ന യുവാവിനെതിരെ ബസ്സിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തി എന്ന് ആരോപിച്ച് ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. ഷിംജിത മുസ്തഫയായിരുന്നു ഈ ആരോപണത്തിന് പിന്നിൽ. എന്നാൽ സത്യം മറ്റൊന്നായിരുന്നു. ആ വീഡിയോയും ആരോപണവും വ്യാജമായിരുന്നു എന്ന് പിന്നീട് തെളിഞ്ഞു. പക്ഷെ അപ്പോഴേക്കും സമയം വൈകിയിരുന്നു. സമൂഹത്തിനു മുന്നിൽ അവമാനിക്കപ്പെട്ടതിന്റെയും ചെയ്യാത്ത തെറ്റിന് ക്രൂശിക്കപ്പെടുന്നതിന്റെയും മനോവിഷമത്തിൽ ദീപക് എന്ന യുവാവ് ജീവനൊടുക്കി. സോഷ്യൽ മീഡിയയിൽ ലൈക്കും ഷെയറും കിട്ടാൻ വേണ്ടി ആർക്കും ആരെയും എന്തു പറയാം എന്ന അവസ്ഥ. ദീപകിന്റെ നിരപരാധിത്വം തെളിയുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ ജീവൻ പൊലിഞ്ഞിരുന്നു. ഇത് കേവലം ഒരു ആത്മഹത്യയല്ല, ഇതൊരു കൊലപാതകത്തിന് തുല്യമാണ് എന്ന് സമൂഹം ഒന്നടങ്കം വിളിച്ചു പറഞ്ഞു. ദീപകിന്റെ മരണത്തിന് പിന്നാലെ വലിയൊരു പ്രതിഷേധമാണ് ഉയർന്നത്. പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ആത്മഹത്യ പ്രേരണാക്കുറ്റം ചുമത്തിയാണ് പോലീസ് ഷിംജിതക്കെതിരെ കേസെടുത്തത്. ഇപ്പോഴിതാ നിയമം അതിന്റെ വഴിക്ക് നീങ്ങുന്നു. പ്രതിയായ ഷിംജിത മുസ്തഫയെ കുന്നമംഗലം കോടതിയിൽ ഹാജരാക്കി. കോടതി കാര്യങ്ങൾ ഗൗരവമായി തന്നെ കണ്ടു. പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിട്ടു. ഷിംജിതയെ ഇപ്പോൾ ജയിലിലേക്ക് അയച്ചിരിക്കുകയാണ്. താൻ ചെയ്തത് തെറ്റാണെന്ന് സമ്മതിക്കാൻ പോലും തയ്യാറാകാതിരുന്ന അഹങ്കാരത്തിനുള്ള മറുപടിയാണ് ഈ ജയിൽവാസം. ദീപകിന്റെ മരണത്തിന് ഉത്തരവാദി താനല്ല എന്ന് വരുത്തി തീർക്കാൻ അവർ പല ശ്രമങ്ങളും നടത്തിയിരുന്നു. പക്ഷേ നിയമത്തിന് മുന്നിൽ അതൊന്നും വിലപ്പോയില്ല. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട്. ഒരു സ്മാർട്ട് ഫോണും ഇന്റർനെറ്റും ഉണ്ടെങ്കിൽ ആർക്കും ആരെയും വിചാരണ ചെയ്യാം എന്ന അവസ്ഥ. ഇൻസ്റ്റന്റ് ജസ്റ്റിസ് നടപ്പാക്കാൻ ഇറങ്ങുന്നവർ ചിന്തിക്കുന്നില്ല തങ്ങൾ നശിപ്പിക്കുന്നത് ഒരു മനുഷ്യന്റെ ജീവിതമാണെന്ന്. ഷിംജിത ഒരു പക്ഷേ കരുതിയിട്ടുണ്ടാകുക ഈ വീഡിയോയിലൂടെ താൻ വൈറലാകും, തനിക്ക് കൂടുതൽ ഫോളോവേഴ്സിനെ കിട്ടും എന്നൊക്കെയാകും. പക്ഷേ ആ വൈറൽ മോഹം ഒരു കുടുംബത്തിന്റെ അത്താണിയെയാണ് ഇല്ലാതാക്കിയത്. പുരുഷന്മാർക്കെതിരെ എന്ത് ആരോപണം വന്നാലും കണ്ണും പൂട്ടി വിശ്വസിക്കുന്ന ഒരു പ്രവണതയും ഇതിനു പിന്നിലുണ്ട്. ദീപക് നിരപരാധിയാണെന്ന് കേൾക്കാൻ പോലും ആരും തയ്യാറായില്ല എന്നതാണ് സത്യം. ഇനിയെങ്കിലും നമ്മൾ പാഠം പഠിക്കണം. ഒരു വീഡിയോ കണ്ടയുടനെ വിധി പ്രസ്താവിക്കുന്നതിന് മുമ്പ് അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ചിന്തിക്കണം. ദീപകിന് ഇനി തിരിച്ചു വരാനാകില്ല, പക്ഷേ അദ്ദേഹത്തിന് നീതി ലഭിക്കണം. ഷിംജിതയുടെ ഈ റിമാൻഡ് അതിന്റെ ആദ്യഘട്ടം മാത്രമാണ്. നിയമം അതിൻ്റെതായ ശിക്ഷ അവർക്ക് നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതൊരു മുന്നറിയിപ്പാണ്. സോഷ്യൽ മീഡിയയിൽ പ്രശസ്തിക്ക് വേണ്ടി മറ്റുള്ളവരുടെ ജീവിതം വെച്ച് കളിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പ്. ഷിംജിതയുടെ ഇന്നത്തെ അവസ്ഥ നാളെ അത്തരക്കാർക്കും ഉണ്ടായേക്കാം. ദീപകിന്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. ഒപ്പം ഇനിയൊരു ദീപക് ഉണ്ടാവാതിരിക്കാൻ നമുക്ക് ജാഗ്രത പാലിക്കാം. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഷിംജിതക്ക് ലഭിച്ച ഈ നടപടിയിൽ നിങ്ങൾ സംതൃപ്തരാണോ? താഴെ കമന്റ് ചെയ്യുക. താങ്ക് യു.